രാജസ്ഥാനിൽ ഗംഭീര തിരിച്ചുവരവാണ് കോൺഗ്രസ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നടത്തിയത്. 25 സീറ്റുകളുള്ള രാജസ്ഥാനിൽ കോൺഗ്രസ് 8 സീറ്റും ഘടകകക്ഷികൾ 2 സീറ്റും നേടിയെടുത്തു. BJPക്ക് 14 സീറ്റുകളിലേക്ക് ഒതുങ്ങേണ്ടി വന്നു. അതായത് 11 സീറ്റുകളുടെ നഷ്ടമാണ് രാജസ്ഥാനിൽ മാത്രം കോൺഗ്രസിന് ഉണ്ടായത്. കോൺഗ്രസ് 2014-ലും 2019-ലും മുഴുവൻ സീറ്റും തൂത്തുവാരിയ രാജസ്ഥാനിലാണ് ഇത്തരത്തിൽ ഒരു സവിശേഷത ഉണ്ടായിരിക്കുന്നത്. തിരിച്ചുവരവിൻ്റെ ഏറ്റവും വലിയ സൂചനയാണ് ഇത് എന്നും 2028 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വൻ ഭൂരിപക്ഷത്തോടുകൂടി അധികാരത്തിലെത്തുമെന്നും സച്ചിൻ പൈലറ്റ് കോൺഗ്രസിന് നൽകിയ ഉറപ്പ് വളരെ വലുതാണ്. കോൺഗ്രസിൻ്റെ ആത്മവിശ്വാസം വളരെ വലുതായി കഴിഞ്ഞിരിക്കുന്നു. നിലവിലെ മുഖ്യമന്ത്രിക്ക് വലിയ രീതിയിൽ BJPയിൽ തന്നെ പടപ്പുറപ്പാട് അദ്ദേഹത്തിനെതിരെ ഉണ്ട് എന്നുള്ളത് എടുത്തു പറയേണ്ടതാണ്. അതുകൊണ്ട് തന്നെ ഭജൻലാൽ ശർമ്മ എന്ന നിലവിലെ മുഖ്യമന്ത്രിക്ക് അധിക നാൾ മുഖ്യമന്ത്രി കസേരയിൽ പിടിച്ചു നിൽക്കാൻ കഴിയുമോ എന്നുള്ളത് കാത്തിരുന്ന് കാണണം. വസുന്ധര ഫാക്ടർ ഇപ്പോഴും ശക്തമായി തന്നെ അവിടെ ആഞ്ഞടിക്കുകയാണ്. മോദിയുടെ വലിയ രീതിയിലുള്ള ഗാംഭീര്യമായ വാക്കുകളൊന്നും ഇനി രാജസ്ഥാൻ ജനത ശ്രമിക്കുകയില്ല എന്ന് വ്യക്തമാകുന്ന സാഹചര്യം. വസുന്ധരയെ സംബന്ധിച്ചിടത്തോളം രാജസ്ഥാനിൽ ഒന്നീ അധികാരം, അതല്ലെങ്കിൽ BJPയെ മുച്ചൂടെ മുടിക്കുക, ഇത് രണ്ടിൽ കുറഞ്ഞൊന്നും അവർ ചിന്തിക്കുന്നേയില്ല. അവർ നട്ട് നനച്ച് വളർത്തിയ വൃക്ഷം അതിനെ മറ്റൊരാൾ വിലപേശി കൊണ്ടുപോകുന്നത് അവർക്ക് സഹിക്കുമോ? അതാണ് BJPയുടെ അവിടുത്തെ അവസ്ഥ. BJPയെ സംബന്ധിച്ചിടത്തോളം വസുന്ധരയെ ഒഴിവാക്കാൻ കഴിയാത്ത സാഹചര്യമാണ്. സംസ്ഥാനത്ത് മുഖ്യമന്ത്രി സ്ഥാനം അവർക്കില്ലെങ്കിൽ പോലും അവർ പറയുന്നതിനപ്പുറത്തേക്ക് രാജസ്ഥാനിൽ BJP ഒരു ചെറുവിരൽ പോലും അനക്കില്ല. വസുന്ധര രാജ സിന്ധ്യ പാർട്ടിയെ ഉള്ളം കൈയിലിട്ടാണ് കറക്കുന്നത്. ഭജൻലാൽ ശർമ്മ വിചാരിച്ചാലൊന്നും അത് മാറ്റാൻ കഴിയില്ല. വസുന്ധര കോൺഗ്രസിലേക്ക് പോയാൽ തീർച്ചയായും BJP തകരും എന്ന് മാത്രമല്ല, BJPയുടെ അണികൾ മുഴുവനായി കോൺഗ്രസിലേക്ക് ചേക്കേറും. അധികാര സ്ഥാനമോ മോഹമോ ഒന്നും ആഗ്രഹിച്ചല്ല അവർ വസുന്ധരയുടെ കൂടെ നിൽക്കുന്നത്. അവരോടുള്ള ബഹുമാനവും ആദരവും മാത്രമാണ്. ഇത് മനസ്സിലാക്കാൻ മാത്രം ശേഷി പോലും ഇല്ലല്ലോ നരേന്ദ്രമോദിക്കും അമിത്ഷായ്ക്കും എന്നാണ് BJP അണികൾ രാജസ്ഥാനിൽ പറയുന്നത്. നിലവിൽ വസുന്ധരയുടെ ജാൽറ പത്താൻ സീറ്റ് അവർ രാജിവെക്കാൻ വരെ സന്നദ്ധത അറിയിച്ചിരിക്കുകയാണ്. വെറുതെ ഒരു MLA ആയി തെക്ക് വടക്ക് നടക്കാൻ തനിക്ക് താല്പര്യമില്ല എന്ന് BJP നേതൃത്വത്തോട് മുഖത്തു നോക്കി തന്നെ പറഞ്ഞ വസുന്ധര ഉടൻ അത് രാജിവെച്ചാൽ അവിടെ ഉണ്ടാകുന്ന കലഹം ചെറുതായിരിക്കില്ല. അങ്ങനെ വന്നാൽ തീർച്ചയായും 40ഓളം MLA മാർ അവരുടെ കൂടെ രാജിസന്നദ്ധത അറിയിക്കുമെന്നാണ് ഇപ്പോൾ കിട്ടുന്ന റിപ്പോർട്ട്. അങ്ങനെ വന്നാൽ തീർച്ചയായും പ്രതിസന്ധി ഉണ്ടാവുകയും ഭജൻലാൽ സർക്കാർ താഴെ വീഴുകയും ചെയ്യും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും വേണ്ട.